നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ കേക്ക്സിനും കുക്കീസ് അതുപോലെ തന്നെ ഡോനട്ട്സിനൊക്കെ ഉപയോഗിക്കാവുന്ന സ്പ്രിങ്കിൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. ഒത്തിരി നാൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പ്രിങ്കിൾസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഐസിങ് ഷുഗർ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരുന്നു. ലിങ്ക് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂണിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരിക്കലും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ എത്ര അളവിലാണ് നിങ്ങൾ പഞ്ചസാര പൊടിച്ചത്, അതായത് ഐസിങ് ഷുഗർ ഉപയോഗിക്കുന്നത്, അതിന് കണക്കായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഇതുപോലെ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നല്ലതുപോലെ യോജിച്ച് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളൊരു ഇത്തിരി സമയം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലൊരു കുഴഞ്ഞൊരു പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിച്ചാലുള്ളൊരു പ്രശ്നം, നമുക്കിത് ശരിക്കും നല്ല രീതിയിൽ ശരിക്കും ആ ഒരു സ്പ്രിങ്കിൾസിൻ്റെ ആ ഒരു ഷേപ്പിൽ രീതിയിലൊന്നും റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 ടീസ്പൂൺ ചേർത്തപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടിയാണ് വീണ്ടും ചേർത്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എത്ര ഐസിങ് ഷുഗറാണോ ഉപയോഗിക്കുന്നത് അത് നോക്കി ഇതുപോലെ ചേർക്കുക. ആദ്യം ഈ ഒരു കുഴഞ്ഞു വരുന്ന ഒരു പാകത്തിന് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയി എന്ന് കാണുമ്പോൾ ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകദേശം 1/2 കപ്പ് ഐസിങ് ഷുഗറിന് 3 ടീസ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. മിക്സ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള ആ ഒരു പാകം ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്നതാണൊക്കെയുള്ള ആ ഒരു പാകം, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഒത്തിരി തിക്കാകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. ഇനി ഞാനിത് 3 ബൗളിനകത്തോട്ടേക്കായിട്ട് ഈക്വലി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. കളർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരേ കളറിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളർ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ലത് നാച്ചുറൽ ഫുഡ് കളർ വെച്ചിട്ട് ഇതുപോലെ സ്പ്രിങ്കിൾസ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒത്തിരി ഫുഡ് കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനാണെങ്കിലും അത്ര നല്ലതല്ല. അപ്പോൾ അത് ഫുഡ് കളർ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 കളർ ഉപയോഗിച്ചിട്ടുണ്ട്. റെഡ്, ബ്ലൂ അതുപോലെ യെല്ലോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒരു പ്ലാസ്റ്റിക് കവറോ, ഇതിപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ബാഗ് കയ്യിലുള്ളത് കൊണ്ട് അത് വെച്ച് കൊടുത്തേ ഉള്ളൂ. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മളിതിൻ്റെ നമ്മുടെ ഈ ഐസിങ് ബാഗ് പൈപ്പിംഗ് ബാഗ് ആണെങ്കിൽ അതുപോലെ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ അതിൻ്റെ അറ്റൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി. ബട്ടർ പേപ്പറോ ഫോയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നോസിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ ഒരേ ലെവലിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സമയം എടുത്തിട്ട് വളരെ പതുക്കെ ലൈനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് സിംഗിൾ കുറേ ലൈൻസും അതുപോലെ തന്നെ കുറച്ച് ഡോട്ട്സൊക്കെ ആയിട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന കുക്കീസിനും അതുപോലെ തന്നെ കേക്ക്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്ത് സെയിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കേക്കിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അത്യാവശ്യം സമയമെടുത്ത് പൈപ്പിംഗ് ബാഗും നോസിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇനി മുഴുവൻ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറൊക്കെ റൂം ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത്. വെയിലത്ത് അങ്ങനെയൊന്നും കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റൂമിൽ തന്നെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ഇത് പെട്ടെന്ന് തന്നെ പേപ്പറിനകത്ത് നിന്നൊന്ന് വിട്ട് വരും. അപ്പോൾ ഒന്നുകിൽ പ്ലാസ്റ്റിക് കവറോ ഫോയിലോ ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പേപ്പറിലൊന്നും ചെയ്തെടുക്കരുത്. കളറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പേപ്പറിലൊന്നും ന്യൂസ് പേപ്പറിനകത്തൊന്നും ചെയ്തെടുക്കാൻ നിൽക്കരുത്. ഇതുപോലെ ഏതെങ്കിലും ഒന്നിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ മുഴുവനൊന്നും നമുക്ക് ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ അത്യാവശ്യം വലിയ വലിയ പീസസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും എല്ലാം വേർപ്പെടുത്തി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. കണ്ടില്ല, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഷേപ്പിൽ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പ്രിങ്കിൾസ്, ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്പ്രിങ്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്തൊന്നും സൂക്ഷിക്കണം എന്നൊന്നുമില്ല. പുറത്തൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ടിട്ട് ശരിക്കും നന്നായി സീൽ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക്സിനകത്തും കുക്കീസ്
കുക്കീസിനകത്തും ഡോനട്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സിമ്പിളാണ്. സെയിം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും തന്നെയാണ് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.